ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ അവിടെ നിന്ന് ശബരി എക്സ്പ്രസ് കയറി പാലക്കാട് വന്നിറങ്ങി അടുത്ത മണിക്കൂറിലാണ് സരിൻ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. പിറ്റേന്ന് സരിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നു. ആ ദിവസം തന്നെ സരിൻ സ്ഥാനാർത്ഥിയായി LDF സ്ഥാനാർത്ഥിയായി അവിടെ തുടങ്ങിയതാണ്. അതിനുശേഷം എന്തൊക്കെ KPM ഹോട്ടലിലെ പെട്ടി വിവാദം, K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന DCCയുടെ കത്ത് വിവാദം, ഇരട്ട വോട്ട് വ്യാജ വോട്ട് വിവാദം തുടങ്ങി സന്ദീപ് വാര്യരുടെ BJP പ്രവേശം വരെ മാറി 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 പാലക്കാടുകാരായിട്ടുള്ള പ്രാദേശിക നേതാക്കളുടെ കോൺഗ്രസിൽ നിന്നുള്ള പോക്ക്, കോൺഗ്രസിലേക്കുള്ള വരവ്, CPM ഷുക്കൂർ പോകുന്നു, NN കൃഷ്ണദാസിന്റെ മാധ്യമങ്ങളോടുള്ള ശകാരം തുടങ്ങി പെട്ടി വിവാദത്തിൽ NN കൃഷ്ണദാസിന്റെ എതിരഭിപ്രായം, അങ്ങനെ വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ, ചാണ്ടി ഉമ്മനെ ചൊല്ലി പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനെ പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ഇങ്ങോട്ടേക്കുള്ളത് മാറ്റിവെക്കുന്നു. അവസാനം മുഖ്യമന്ത്രി 2 ദിവസത്തേക്ക് എത്തുന്നു. തുടങ്ങി തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നു. എന്തൊക്കെ സംഭവിച്ചു എന്ന് അഭിലാഷോട്ട് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ ഇവിടേക്ക് എത്തുന്നത് 23-ാം തീയതിയാണ് ഇവിടേക്ക് എത്തുന്നത്. അന്ന് നമ്മളിവിടെ വരുമ്പോൾ, പാലക്കാട്ടേക്ക് വരുമ്പോൾ വേറെ കുറെ സ്റ്റോറികളും വേറെ കുറെ തസ്രാക്കിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, വേറെ കുറെ പ്ലാൻ ആയിരുന്നു നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു ഇവിടെ എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ബിജു പങ്കജിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടുത്തെ ടീം വർക്ക് ചെയ്തത്. ഓരോ ദിവസവും ഓരോ വാർത്തകൾ നമ്മുടെ റിപ്പോർട്ടർമാർക്ക് നിന്ന് തിരിയാൻ സമയമില്ലാതെ ദിവസം എന്ന് പറയാം. ബാക്കി സാധാരണ നമ്മൾ ഈ ഇലക്ഷന്റെ സൈഡ് സ്റ്റോറി ചെയ്യാൻ പോലുള്ള സമയം കിട്ടാത്ത വിധത്തിൽ എല്ലാ ദിവസവും വിവാദം. ഇന്നെന്താണ് എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആലോചിക്കേണ്ടി വരുന്നതിൽ ട്വിസ്റ്റുകൾ അങ്ങനെ ആ നിലയിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് അവസാന നിമിഷവും ഇന്ന് സരിന്റെ കൂടെയായിരുന്നു. ഞാൻ രാവിലെ 6 മണി മുതൽ ഉച്ചവരെ സരിനൊപ്പമായിരുന്നു ഉണ്ടായിരുന്ന പീസറിനൊപ്പം. അപ്പൊ പ്രസാദനോട് അവസാന നിമിഷം, പ്രസാദ ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് വണ്ടി വലിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, സരിൻ തീർത്ത് അടുത്ത വീട് അടുത്ത യൂണിറ്റ് വരുന്നവരെ വേണം. അതെന്താ അല്ല, എന്ത് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. അക്ഷയ, അതുപോലെയാണ് ഓരോ നിമിഷവും നമ്മൾ ഓരോ സ്ഥാനാർത്ഥിക്കും, ഓരോ പാർട്ടിക്കും, ഓരോ മുന്നണിക്കും ഒപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ പൾസ് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഉണ്ടായിരുന്നാലും BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ, അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ, എടുക്കാൻ പറ്റുമോ എന്ന്. പരസ്യ പ്രചരണം കഴിഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാവില്ല. നമുക്കൊന്ന് പ്രചരണം കഴിഞ്ഞ് മടങ്ങുകയാണ്. പരസ്യപ്രചരണം കഴിഞ്ഞ് മടങ്ങുകയാണ്. ഇനി അങ്ങോട്ട് റോഡ് ബ്ലോക്ക്. സുരേന്ദ്രൻ മടങ്ങിയിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ അവിടെയും ഉണ്ടായിരുന്നു പല വിഭാഗീയതയും, ഉള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും, പിന്നീട് അഗ്നിപർവ്വതം പൊട്ടുന്നു ഒക്കെ നമ്മൾ കണ്ടു. എന്തായാലും അതൊക്കെ അതൊക്കെ ഒരു തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇതൊന്നും വോട്ടിങ്ങിനെ ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താകുമെന്നൊക്കെ നമുക്ക് ഇനി കണ്ടറിയണം, കാത്തിരുന്ന് കാണണം. എന്തായാലും മറ്റന്നാൾ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. പാലക്കാട് ചരിത്രത്തിൽ ഇതുവരെ കണ്ട ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് സമാപിച്ചത്. ഇനി നമ്മൾ അറിയേണ്ടത് ഇത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമോ, വോട്ടെടുപ്പും ഇതുപോലെ ആകുമോ എന്നുള്ളതാണ്. അതിനായി കാത്തിരിക്കാം മറ്റന്നാൾ വരെ. ശരിയാണ്, മറ്റന്നാളാണ് പ്രധാനം. മറ്റന്നാൾ ആ പാലക്കാട്ടെ ഓരോ വോട്ടർമാരും തീരുമാനിക്കും. ഇത്രയും നാളും നടന്ന ഈ ട്വിസ്റ്റുകളും ഈ വിവാദങ്ങളും എല്ലാം പാലക്കാട്ടെ ഓരോ വോട്ടർമാരിൽ ഏതെല്ലാം വിധം പ്രതിഫലിച്ചു. ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും അവിടുത്തെ ഓരോ ജനങ്ങളും തീരുമാനിച്ചിട്ടുണ്ടാകും ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളത്. ഈ പറഞ്ഞതുപോലെ സരിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്ന് തുടങ്ങിയതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന്, കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുന്നു, അങ്ങനെ ഒരു വാർത്ത വരുന്നു. അങ്ങനെ നിങ്ങളോട് ആരാണ് പറഞ്ഞത് എന്ന് സരിൻ ആദ്യം ഒന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും അതിനുശേഷമാണ് ഈ വമ്പൻ വാർത്താ സമ്മേളനം വരുന്നത്. അവിടെ നിന്നും തുടങ്ങിയതാണ്. അതിനുശേഷം ഒരു പെട്ടി വിവാദം, കത്ത് വിവാദം, ഓരോ ആൾക്കാരുടെയും കൊഴിഞ്ഞുപോക്ക്, അനുനയ ചർച്ചകൾ, വീണ്ടും പോക്ക്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യർ, ഈ സരിൻ LDFന്റെ സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ കോൺഗ്രസ് പാളയത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഇതേ കൊട്ടിക്കലാശത്തിൽ നിൽക്കുന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കളം നിറഞ്ഞു നിന്ന, എന്തെല്ലാം ചർച്ചകൾ നിറഞ്ഞു നിന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടിയാണ് ഇത്തവണ പാലക്കാട്ടേക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടിയാണ് ഒരു കൊട്ടിക്കലാശ ദിവസം പോലും, ഈ കൊട്ടിക്കലാശം എന്ന് പറയുന്നത് പോലും ഓരോ മുന്നണികൾക്ക് അത്രത്തോളം അഭിമാന പ്രശ്നമായി മാറിയത്. നമ്മളുടെ ഒരു ഉത്സവം എങ്ങനെ ആഘോഷിക്കുന്നു അതേപോലെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് എന്ന് ഓരോരുത്തരും പറയുന്നത് എന്നതിന്റെ കൃത്യമായ ഉത്തരമാണ് നമ്മൾ ഓരോ മണ്ഡലത്തിലും കണ്ടത്, ഓരോ കൊട്ടിക്കലാശത്തിലും കണ്ടത്. അങ്ങനെ പാലക്കാട്ടെ ജനങ്ങൾ ഇതാ വിധി എഴുതാൻ പോവുകയാണ്. അതിനുശേഷം ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാനപ്പെട്ട ആ ഒരു റിസൾട്ട് നമുക്ക് മുന്നിലേക്ക് വരും. വയനാട് ലോക്സഭാ മണ്ഡലം, ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെ റിസൾട്ടുമാണ് നമുക്ക് മുന്നിലേക്ക് വരാനിരിക്കുന്നത്. പാലക്കാട്ടിന് ഈ നിശബ്ദ പ്രചാരണമാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന്. കാത്തിരിക്കാം ആ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട്.